ആത്മഹത്യയോ കൊലപാതകമോ? തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഇക്കഴിഞ്ഞ ദീപാവലി ദിവസം രാവിലെ ഒരു മരണം നടന്നു. വട്ടപ്പാറയ്ക്കടുത്ത് വേറ്റിനാട് അജിത്ത് എന്ന് പറയുന്ന മധ്യവയസ്കൻ. അവരുടെ ഭാര്യ മഹിളാ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. നെടുമങ്ങാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. ആത്മഹത്യയാണ് എന്നാണ് അമ്മയും മകനും ആദ്യം പോലീസിന് കൊടുത്ത മൊഴി. പിന്നീട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറം ലോകമറിയുന്നത്. റിപ്പോർട്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടതിലൂടെയാണ് അറിയുന്നത് തലയ്ക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന്. ശരീരത്തിൽ ആകെ 31 മുറിവുകൾ. എന്താണ് അജിത്തിന് സംഭവിച്ചത്? എന്തായാലും എൻ്റെ കൊച്ചുമകൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അവൻ കൊല്ലാനുള്ള അടിയൊന്നും അവനെ അടിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നണില്ല. ഞങ്ങൾക്കിനി വേറെ ആരുമില്ല. ദീപാവലി തലേന്ന് എല്ലാവരും പടക്കം പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. അജിത്തിന്റെ വേറ്റിനാട്ടുള്ള വീട്ടിൽ ഭാര്യയുമായി തർക്കത്തിലായിരുന്നു എന്ന് പറയുന്നത് അജിത്തിന്റെ ഭാര്യ തന്നെയാണ്. മകനുമായി നേരിയ തോതിൽ ഒരു ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് രാത്രി ഏറെ വൈകി അജിത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബീന അജിത്ത് മത്സരിക്കരുതെന്നും അഥവാ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ അജിത്ത് എന്ന പേര് ഉണ്ടാവരുതെന്നുമായിരുന്നു. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ 3 പടങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അജിത്തിൻ്റെ പിറകിൽ മർദ്ദിച്ച പാടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്ക് അജിത്തിൻ്റെ മരണവാർത്തയാണ് ഈ ലോകമറിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും ഫേസ്ബുക്ക് പോസ്റ്റും കാണാനുണ്ടായിരുന്നില്ല. മരണത്തിന് പിന്നാലെ മകനാണ് വട്ടപ്പാറ പോലീസിൽ മൊഴി നൽകിയത്. ആ മൊഴി പ്രകാരം ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായതിൻ്റെ സൂചന ആ മൊഴിയിലുണ്ട്. പക്ഷേ അത് ആത്മഹത്യയാണ് എന്നാണ് മകൻ പറയുന്നത്. അമിതമായി ഗുളിക കഴിച്ചുള്ള മരണമാണെന്നും പറയുന്നു. അതോടൊപ്പം തൻ്റെ അച്ഛൻ്റെ മരണത്തിൽ ഒരു സംശയവുമില്ലെന്ന് മകൻ പോലീസിന് മൊഴി കൊടുത്തു. റിപ്പോർട്ടറിന് കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് തലയ്ക്ക് 4 ഗുരുതര പരിക്കുകളുണ്ടെന്നും ആ പരിക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് ബോധ്യമായത്. തലയിലെ 4 പരിക്കുകൾ കൂടാതെ 31 മുറിവുകളാണ് ശരീരത്തിൽ ആകെ ഉള്ളത്. ഇത്രയേറെ മുറിവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? അത് ആത്മഹത്യയല്ല എന്നാണ് അജിത്തിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ഒരിക്കലും ആത്മഹത്യ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ കോൺഗ്രസ്സുകാർ ഇത്രയും ഇടപെട്ട് ബന്ധുക്കളെ ആരെയും കയറാൻ സമ്മതിക്കാത്തതിൽ എനിക്ക് പൂർണ്ണമായ സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതുവരെ മിണ്ടാതിരുന്ന വട്ടപ്പാറ പോലീസ് ജാഗരൂകരായി. അജിത്തിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. വൈകിട്ടായപ്പോഴേക്കും അജിത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തി. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അജിത്തിൻ്റെ ശരീരത്തിൽ ഇത്രയേറെ മുറിവുകൾ ഉണ്ടായത്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.